എനിക്ക് പണമല്ല സാർ വേണ്ടത്. എൻ്റെ ഉള്ളിലൊരു പാട്ടുണ്ട്. അതൊന്ന് കേൾക്കാൻ സാറിന് സമയമുണ്ടാകുമോ? നിത്യവൃത്തിക്കായി തെരുവിൽ സ്ക്രാപ്പ് പെറുക്കി വിറ്റ് ജീവിക്കുന്ന മുകേഷ് മഹാദേവ് എന്ന മനുഷ്യൻ്റെ കഥയാണിത്. തെരുവിലെ പൊടിപടലങ്ങൾക്കിടയിൽ വിശന്നുറങ്ങുമ്പോഴും അയാളുടെ നെഞ്ചിലൊരു വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. വലിയൊരു ഗായകനാകണം എന്ന്. പക്ഷേ പാടാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവർ അയാളെ നോക്കി കളിയാക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെയാണ് തെരുവിലെ മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന ഹുസൈൻ മൻസൂരി എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ മുകേഷിന്റെ അരികിലെത്തുന്നത്. ഹുസൈൻ അയാൾക്ക് നേരെ പണം നീട്ടിയപ്പോൾ മുകേഷ് പറഞ്ഞ മറുപടി ആരുടെയും കണ്ണ് നനയിക്കുന്നതായിരുന്നു. എനിക്ക് പണമല്ല സാർ വേണ്ടത്. എൻ്റെ ഉള്ളിലൊരു പാട്ടുണ്ട്. അതൊന്ന് കേൾക്കാൻ സാറിന് സമയമുണ്ടാകുമോ? ആരും കേൾക്കാതെ പോയ തന്റെ ശബ്ദം മുകേഷ് അവിടെ വെച്ച് പാടി കേൾപ്പിച്ചു. ഹുസൈൻ അത് തന്റെ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ വീഡിയോ ചെന്നെത്തിയത് സുയാഷ് എന്ന സംഗീത സംവിധായകന്റെ മുന്നിലാണ്. ആ പഴയ വസ്ത്രങ്ങൾക്കുള്ളിലെ വലിയ കലാകാരനെ തിരിച്ചറിഞ്ഞ സുയാഷ് പിറ്റേന്ന് തന്നെ ആ തെരുവ് ഗായകനെ തേടിയെത്തി. ജീവിതത്തിൽ ആദ്യമായി അയാൾക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി. AC ഇട്ടാൽ തണുത്തു വിറക്കുന്ന സംഗീതത്തിന്റെ ABCD പോലും അറിയാത്ത ആ പാവം മനുഷ്യൻ അയാളെ മുംബൈയിലെ തന്റെ കൂറ്റൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ മൈക്കിന് മുന്നിൽ കൊണ്ടു നിർത്തി. ഒരു കൊച്ചുകുട്ടിയെ പോലെ വരികൾ ചോദിച്ചു പഠിച്ച് അയാൾ മൈക്കിന് മുന്നിൽ കണ്ണടച്ചു നിന്ന് പാടി മേരെ മൗല. ആ ശബ്ദത്തിന്റെ ആഴം കേട്ട് സ്റ്റുഡിയോയിലുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പാടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ച ഈ വലിയ ഭാഗ്യമോർത്ത് വിതുമ്പിക്കൊണ്ട് മുകേഷ് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞുപോയി. ഇന്ന് ആ ഒറ്റപ്പാട്ടിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ 6 ലക്ഷത്തിലധികം ആരാധകരുള്ള വലിയൊരു ഗായകനാണ്. ഇന്നലെ വരെ തെരുവിൽ സ്ക്രാപ്പ് പിറക്കി നടന്ന ഈ മുകേഷ് മഹാദേവ്. ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത്. കാരണം കാലം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന തിരക്കഥ ഇതിലും വലുതായിരിക്കും. ഈ അനുഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കുറിക്കുമല്ലോ.